ഹായ്, ഞങ്ങൾ രണ്ട് സിസ്റ്റേഴ്സ് വിശേഷത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇത് നമ്മുടെ നാടാണ് കേട്ടോ. ഞങ്ങൾ യാത്ര തിരിച്ചിട്ടേ ഉള്ളൂ. പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് യാത്ര. മറ്റെവിടെയുമല്ല, നമ്മുടെ സ്വന്തം വയനാട്ടിലേക്ക്. നിങ്ങൾ വയനാട്ടിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര പോകുന്നത്. അതിൻ്റെ ഒരു ത്രില്ലിലാണ് പിള്ളേരൊക്കെ, കൂടെ ഞങ്ങളും. ഇത് എൻ്റെ മൂത്ത മകൾ ലച്ചു. പിറകിൽ അശ്വതിയും ദേവൂട്ടിയും നിൽക്കുന്നു. ദേവു ചെരുപ്പിടുന്നു. ഇതെൻ്റെ ഇളയ മകൾ പാറു. പാറു ദേവുവിനെ അന്വേഷിക്കുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായും പറയുന്നുണ്ട്. അശ്വതിയും ദേവും വന്നു. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ചായ കുടിക്കാനായി ഇറങ്ങിയതാണ്. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? ചായയുടെ കൂടെ നിങ്ങൾ എന്ത് കഴിച്ചു? ഞങ്ങൾ കഴിച്ചത് പഴംപൊരിയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പഴംപൊരിക്ക് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. രാത്രി 12 മണിയൊക്കെ ആയി കോഴിക്കോട് എത്തിയപ്പോൾ. കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. പെട്ടെന്ന് തീരുമാനിച്ച യാത്രയായതുകൊണ്ട് നേരത്തെ റൂം ബുക്ക് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. അത്യാവശ്യ സൗകര്യം ഉണ്ടായിരുന്നു. വെളുപ്പിന് തന്നെ ഇറങ്ങേണ്ടത് കൊണ്ട് ഈ റൂമിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും മറക്കാതെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. നമുക്ക് ആ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് കൊണ്ടാണ് പറയുന്നത്. എല്ലാവരും മറക്കാതെ റൂം ബുക്ക് ചെയ്തിട്ട് പോണേ. വെളുപ്പിന് 5 മണി ആയപ്പോൾ ദേവൂട്ടിയൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. യാത്ര പോകുന്നത് കൊണ്ട് പിള്ളേർക്കൊക്കെ ഒരു മടിയും ഇല്ലായിരുന്നു. ഞങ്ങൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകണം. പിള്ളേരൊക്കെ പിറകെ ഉണ്ട്. നേരം പുലരുന്നത് കൊണ്ട് ചെറിയൊരു ഉറക്കക്ഷീണമുണ്ട് എല്ലാവർക്കും. ഞങ്ങളെല്ലാവരും റെഡിയായി കാറിൽ കയറി യാത്ര പോവാനായി തുടങ്ങുകയാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം വല്ലാത്ത സന്തോഷമാണ്. പാറു ആദ്യമേ തന്നെ ചിറ്റയുടെ മടിയിൽ കയറി ഫ്രണ്ട് സീറ്റിൽ ഇരിപ്പിടം ഉറപ്പിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് ഹായ് പറയുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ യാത്ര നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും കൂടി ചായക്കട കണ്ടപ്പോൾ ചാടി ഇറങ്ങി ചായ കുടിക്കാൻ പോയൊക്കെയാണ് എല്ലാവരും. അവർ കഥയും പറഞ്ഞ് വരുന്നുണ്ട്. പാവം ഞാനും ദേവൂട്ടിയും മാത്രം ഒരു ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് അവിടെ കാറിൻ്റെ അകത്തിരിക്കുന്നു. നമുക്ക് ചായ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണോ? ഞങ്ങൾ യാത്ര പിന്നും ആരംഭിച്ചു. കുഞ്ഞുങ്ങളെല്ലാം ഓരോ സ്ഥലങ്ങൾ കണ്ട് പുറത്തേക്ക് നോക്കി ഇരിപ്പാണ്. എല്ലാവരുടെയും ചെവിയിലിരിക്കുന്ന സാധനം കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഞങ്ങൾ താമരശ്ശേരി ചുരം കയറുകയാണ്. ഓരോ ഹെയർ പിൻ വളവ് കയറുമ്പോഴും സൈഡ് വ്യൂ കാണുമ്പോൾ വല്ലാത്തൊരു ഭയം. മുകളിലേക്ക് പോകും തോറും നിങ്ങൾക്ക് കാണാം നല്ല വ്യൂ പോയിന്റ് എത്തുകയാണ്. ഓരോ വ്യൂ പോയിന്റ് കാണുമ്പോഴും തോന്നും ഇവിടെ ഇറങ്ങാമെന്ന്. പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഇറങ്ങി.
പോയിന്റ് കണ്ടപ്പോൾ എല്ലാവർക്കും നിർബന്ധം ഒന്ന് ഇറങ്ങണമെന്ന്. കുഞ്ഞുങ്ങൾക്കാണ് പ്രധാനമായിട്ട് നിർബന്ധം. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇറങ്ങി നിന്നു. യാത്ര കഴിഞ്ഞ് കാപ്പി കുടിക്കാൻ ഇറങ്ങി. എല്ലാവർക്കും വിശപ്പായി തുടങ്ങി. കുറേ പേർ മസാല ദോശയും മറ്റുള്ളവർ നെയ് റോസ്റ്റും വാങ്ങി കഴിച്ചു. കയറിയ ഹോട്ടൽ നല്ല നീറ്റായിട്ടുള്ള ഹോട്ടലായിരുന്നു. കഴിച്ച ഭക്ഷണവും നല്ല രുചികരമായിരുന്നു. കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടമായി. അത്രയും നേരം വിശന്നിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു. വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പ്രയാസമാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാൻ. വീട്ടിലാണെങ്കിൽ നമ്മൾ നിർബന്ധിക്കണം. അപ്പോൾ പുറത്തിറങ്ങിയാൽ അവർക്ക് നല്ല ഇഷ്ടമാണ്. എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, നന്നായിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു. വയനാട്ടിലെ ആദ്യത്തെ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഞങ്ങൾ പോകുകയാണേ. അടുത്ത വീഡിയോയിൽ ഓരോരോ സ്ഥലങ്ങളായി നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും മറക്കാതെ കാണുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.